ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെട്ട തേൻ മിഠായിയാണ്. തേൻ മിഠായി, തേനുണ്ട, തേൻ നിലാവ് എന്നൊക്കെ ഇതിന് പറയും. നമ്മുടെ നാട്ടിൽ ഇതിന് മെയിൻ തേനുണ്ടാന്ന് തന്നെയാണ് പറയാറ്. ചെറുപ്പത്തിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോൾ കുറച്ചായിട്ടാണ് അറിഞ്ഞത്. ഇപ്പോൾ ഇത് ഞാൻ ദോശമാവ് കൊണ്ടാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ദോശമാവ് ഇപ്പം ബാക്കി വന്നാൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കി നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതേ സ്ഥാനത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണാം. ഞാനിതിവിടെ ബാക്കി വന്ന ദോശമാവിലാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫുഡ് കളർ ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളടുത്ത് ബാക്കി വന്ന ദോശമാവ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ സാധാരണ ഉഴുന്ന ദോശ എങ്ങനെയാണ് ഉണ്ടാക്കാറ് അതേപോലെ മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് 2 പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ബാക്കി വന്ന ദോശമാവാണെങ്കിൽ ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല, അത് നല്ലോണം പൊങ്ങി കിട്ടും, കാരണം പുളിച്ച് വന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കളറ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ഓൾറെഡി ഞാൻ ഇട്ടതാണ്. നിങ്ങൾ ദോശമാവ് ഇതിനായി തയ്യാറാക്കുന്നതാണെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇത് ഷുഗർ സിറപ്പാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് അറിയാലോ, നമുക്ക് തേൻമിഠായിൽ ഒരു തേന് പോലത്തെ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുകയാണ്. ഇത് നല്ലവണ്ണം മെൽട്ടാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതേപോലെ തന്നെ ഓഫ് ചെയ്യാൻ പാടില്ല, ചെറിയ തീയിൽ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ തേൻ മിഠായി തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ നല്ലോണം മെൽട്ടായിട്ടുണ്ട്. ഇനി ഞാനിത് അപ്പുറത്തെ ഉള്ള ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓഫ് ചെയ്യാൻ പറ്റില്ല, ഇത് ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത്, ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദോശ മിക്സ് ഇതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് പെട്ടെന്ന് കൈയെടുത്ത് കളയാൻ പാടില്ല, കാരണം അന്നേരം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടില്ല. ഇത് റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇല്ലയെന്നാണെങ്കിൽ അത് പരന്നു പോകും. ഉരുണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഇത് നല്ലോണം പൊങ്ങി വരുന്നത് കണ്ടോ, ഇത് ബാക്കി വന്ന ദോശമാവായതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ബാക്കി വരാത്തതാണെങ്കിൽ എന്തായാലും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം, എന്നാലേ ഇങ്ങനെ നല്ലോണം പൊന്തി കിട്ടുകയുള്ളൂ. പിന്നെ വെള്ളം എപ്പോഴും ദോശമാവിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല കട്ടിയിൽ ഇത് ചെയ്തെടുത്താൽ നമുക്ക് നന്നായി കിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ഇതെങ്ങനെ റെഡിയായെന്ന് മനസ്സിലാകുന്ന വെച്ചാൽ ആ ഒരു സോഫ്റ്റ്നെസ് മാറി ഒരു കട്ടി വരും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് കട്ടി വന്നെന്ന് നമുക്ക് തോന്നും. ആ ഒരു സമയത്ത് നമുക്ക് ഇതെടുത്ത് മാറ്റി ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ തീ ഞാൻ എപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല, വെരി ലോ ഫ്ലെയിമിൽ ഇട്ടതാണ്. ഞാനിത് രണ്ടാമത്തെ ബാച്ച് കൂടി ഇതേപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിങ്ങനെ ഇളക്കിക്കൊടുത്ത് ഒരു കട്ടി വരുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാം തയ്യാറാക്കിയെടുത്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഇത് ഞാനെല്ലാം തയ്യാറാക്കി ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചതായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ഞാൻ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് അതിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇപ്പോൾ പാത്രത്തിൽ ഷുഗർ സിറപ്പൊന്നും ഇല്ല. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇത് നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഷുഗറൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റ് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഷുഗർ സിറപ്പിൻ്റെ തീ ഓഫ് ചെയ്യാൻ പാടില്ല, എന്നാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് ഉള്ളിലേക്ക് കയറി കിട്ടൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലോണം ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.